നമസ്കാരം. അപ്പോൾ ഒത്തിരി സങ്കടപരമായിട്ടുള്ളൊരു കാര്യം വിവരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ വരുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമ നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഈ ചില മീഡിയാസ്, അതായത് ഈ ഒരു ചിത്രത്തെ മുഴുവനായും ഡീഗ്രേഡ് അടിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം കച്ച കെട്ടിയിരിക്കുന്ന ഒത്തിരി മീഡിയാസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കൂതറ മീഡിയാസ് തന്നെ വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും അവർ ഓരോ കാര്യങ്ങൾ എടുത്തു പറയുന്നത്, ഒന്നാമത്തെ കാര്യം പരട്ടത്താത്ത, നീയൊക്കെ മറ്റേ നിക്കറിൽ മൂത്രൊഴിച്ച് കിടക്കുന്ന സമയത്ത് ഇന്ത്യൻ ആദ്യ ഭാഗം ഇറങ്ങിയപ്പോൾ കൈയടിച്ച ടീമാണിപ്പോൾ പരട്ടത്താത്തയാണ് സ്റ്റോറി പറയണ്. സ്വന്തം മകനെ കൊന്നുകളഞ്ഞ താത്ത. എനിക്കിപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല ചിത്രം. ഇന്ത്യൻ ആദ്യ ഭാഗത്തെക്കുറിച്ചാണ് ഒരു കൂതറ മീഡിയ പറഞ്ഞത്. പരട്ടത്താത്ത, അതിനകത്ത് കമലഹാസൻ്റെ അഭിനയം കൊള്ളൂല, അതുമാത്രമല്ല ആ ഒരു കഥാപാത്രം പോരാ. ഇന്ത്യൻ ആദ്യ ഭാഗത്തെക്കുറിച്ചാണ് വിവരിക്കണത്. അപ്പം നമുക്കവിടെ ചൊറിയൂലേ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്ത്യൻ ആദ്യ ഭാഗത്ത് ആ ഒരു സ്വന്തം മകനെ കൊല്ലുന്ന ആ ഒരു പരട്ടത്താത്ത എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഭയങ്കര ഗംഭീരമായിട്ട് സന്തോഷത്തോടുകൂടിയാണ് ആ ഒരു മീഡിയക്കാരൻ സംസാരിക്കുന്നത്. ആരാണെന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് ഇതിനോട് അമ്മാതിരി മീഡിയക്കാരനോടൊക്കെ ഒരൊറ്റ വാക്ക് പറയാനുള്ളൂ. എൻ്റെ പൊന്നു മച്ചാനെ, എപ്പോഴും ഹിറ്റ് ചാർട്ടിൽ എത്തിക്കാൻ പറ്റുന്ന സംഭവമല്ല സിനിമ. ഒരു സംവിധായകൻ, അതായത് മഹാനായ ഒരു ക്വാളിറ്റി ഉള്ള ഒരു സംവിധായകനാണ് ശങ്കർ എന്ന് പറയുന്ന ആ ഒരു മഹാസംവിധായകൻ എന്നുള്ള കാര്യം തെളിയിച്ചിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ആ ഒരു ചിത്രത്തിൻ്റെ ഒരു വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ചിലപ്പോൾ അതിന് മുമ്പ് ഇറങ്ങിയപ്പോൾ ഒത്തിരി ഹിറ്റുകൾ നടക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സിനിമ വെച്ചിട്ട് അദ്ദേഹത്തിന് അളക്കാൻ നോക്കണ്ട. അതിന് മുന്നേ തന്നെ അദ്ദേഹത്തിന് അളക്കേണ്ട കാര്യമില്ല എന്ന് തെളിയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശങ്കർ എന്ന് പറയുന്ന ആ ഒരു മഹാസംവിധായകൻ. തീർച്ചയായിട്ടും ഈ ഒരു പടം ഇത്ര താഴെ പോയി എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ കരുതിയിട്ടോ ആ ഒരു ചിത്രം കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ വളരെ തെറ്റാണ്. കാരണം ആ ഒരു ഡയറക്ടറുടെ കഴിവ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും, ഇന്ത്യയിലെ 100% ജനങ്ങളും സ്വീകരിച്ചൊരു ഡയറക്ടറാണ്. ഒരു 100 വോൾട്ടേജിൽ പറയാം. ശരിക്കും എപ്പോഴും ഈ ഹിറ്റുകൾ തരണമെന്നില്ല ഒരു സംവിധായകൻ. ആ ഒരു സംവിധായകന്റെ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഇന്ത്യൻ 2 ഹിറ്റ് ആവേണ്ടതാണ്. തീർച്ചയായും എന്തൊക്കെയോ അപാകതകൾ, ആ ഒരു ചിത്രത്തിൽ എന്തൊക്കെയോ ഒരു കുറവുകൾ സംഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ ആ ഒരു മുൻപുണ്ടായിരുന്ന ആ ഒരു കഥാപാത്രത്തിനെ വീണ്ടും റീകണക്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ പരട്ടത്താത്ത, അയാൾ എന്താണ് ഈ കാണിക്കുന്നത്? അയാളുടെ സ്വന്തം മോനെ കൊന്നു കളഞ്ഞ ആളാണ്. അങ്ങനത്തെ ഒരു കഥാപാത്രം എന്തിനാണ് ഇപ്പോൾ എന്നൊക്കെ ചോദിക്കുന്നത്. നീയൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സിനിമ ഇതിൻ്റെ ആദ്യ ഭാഗം തിയേറ്ററിലെത്തിയപ്പോൾ നീയെ കൂടി കൈയടിച്ചൊരു സിനിമയെന്ന് ആലോചിക്കണം. അതിലുള്ള ഓരോ കഥാപാത്രങ്ങളും വരുന്ന സമയത്ത് നിൻ്റെയൊക്കെ ഒരു രോമമുണ്ടല്ലോ, എഴുന്നേറ്റുന്നൊരു സമയമുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം കൂടി വിലയിരുത്തിയിട്ട് വേണം ഇപ്പം ഈ ഒരു വാക്ക് സംസാരിക്കാൻ. തീർച്ചയായിട്ടും നിനക്കൊക്കെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് ശ്രദ്ധിക്കുക. ഇന്ത്യൻ ആദ്യ ഭാഗം എന്ന് പറയുന്ന ആ ഒരു ചിത്രം വീണ്ടും നീ ഒന്ന് എടുത്ത് കണ്ടുപോകും. നീ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അതിനകത്ത്. കാരണം റെസ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് വളരെ മോശമായിട്ടാണ് അതിൽ ഓരോ കഥാപാത്രത്തെയും നിങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ബ്രോ ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കുന്നത്, ബിഗ് സ്ക്രീനിൽ. നിൻ്റെയൊക്കെ മുൻപിൽ കൊണ്ടുവയ്ക്കുന്നത് ഓരോ സിനിമയും ഒത്തിരി കഷ്ടപ്പാടുകളുടെ ഫലമാണെന്ന് മനസ്സിലാക്കുക. ഇതിന് വെറുതെ വന്നിട്ട് മറ്റേ വള്ളി വലിച്ച് കുറേ വാക്കുകൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഇതിനകത്ത്. തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ട സ്ഥാനത്ത് പ്രതികരിക്കണം. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം മുടക്കിയായിരിക്കും സിനിമ കണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കൾ ടിക്കറ്റ് എടുത്താണ്ടായിരിക്കും നിങ്ങൾ സിനിമ ഉണ്ടാക്കുന്നത്. എങ്ങനെ കണ്ടു കഴിഞ്ഞാലും അതിനെ വിലയിരുത്താനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. പക്ഷെ അതിൽ ഓരോ കഥ, ഇതിന് മുമ്പ് ഇറങ്ങിയിരിക്കുന്ന ഒരു ചിത്രമാണ് ഇതിന് ആദ്യ ഭാഗം. ഇതിന് ആദ്യ ഭാഗത്തിന് പിന്നെ കണ്ടിന്യൂറ്റി ആയിട്ടാണ് ഇപ്പോൾ രണ്ടാം ഭാഗം ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആദ്യ ഭാഗത്തിലുള്ള ഒരു കണക്റ്റിംഗ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യ ഭാഗത്ത് ആ കഥാപാത്രം സ്വീകരിച്ചു. ആ കാലഘട്ടത്തിൽ ഈ കാലഘട്ടം വന്നപ്പോൾ ഭയങ്കര ഒരു വെറുപ്പ്, എന്താ ഒരു തൃപ്തിയില്ല, അവനൊക്കെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ശങ്കർ എന്ന് പറയുന്ന ആ ഒരു മഹാനായ ഡയറക്ടർക്ക് ഇങ്ങനെ മോശമായ രീതിയിൽ സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പടം പോലും നിനക്കൊക്കെ എടുക്കാൻ പറ്റുമോ? ഒരു പടം, അതേപോലെ ഒരു പടം എടുക്കാൻ പറ്റുമോ നിനക്കൊക്കെ? ഒരു സിനിമ ചെയ്യുന്നതിന് എന്തോരം ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അറിയാവോ? അതേമാതിരി ഒരു പടം എടുത്തു നോക്ക്, അപ്പം അറിയാം വിവരം. എത്ര വർഷത്തെ കഠിന അധ്വാനമാണ് ആ ഒരു സിനിമ. ഇപ്പം ഇറങ്ങിയിരിക്കുന്ന സിനിമയും നമ്മളൊരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷം അത് കൊള്ളില്ല എന്ന് പറയാൻ വായിലെന്നാവും അത്ര മതി. പക്ഷേ അതിനകത്ത് താഴെ തുടങ്ങി മുകളിൽ വരെയും ഒത്തിരി കഷ്ടപ്പെട്ട ഒത്തിരി ജനങ്ങളുണ്ട് അതിനകത്ത്. അതൊക്കെ മനസ്സിലാക്കണം നീയൊക്കെ. അത് വെറുതെ വന്നിട്ട് ആ പടം കൊള്ളൂല ഈ പടം കൊള്ളിൽ കുറെ ഡീഗ്രേഡ് അടിക്കണ ഇമാര് വർത്താനമുള്ള ചൊറിയണ വർത്താനം. ഇന്ത്യൻ ആദ്യ ഭാഗത്ത് നീയൊക്കെ കണ്ട് കൈയടിച്ചൊരു സീനൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന താത്ത. അപ്പോൾ ഇപ്പം പറഞ്ഞ പരട്ടത്താത്തയാണ്, മോശമാണ്, അങ്ങനെയാണ്. ഓരോ കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, പിന്നെ ലഞ്ചം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? എൻ്റെ പൊന്ന് ബ്രോ, പ്രേക്ഷകർ പോലും പറഞ്ഞില്ല ഇമാതിരി വർത്താനം.
ഇമാർക്ക് ഓരോ മീഡിയാസ് ഒക്കെ ശരിക്കും ലോക്ക് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ അതിനപ്പം തന്നെ പോയിട്ട് ഡീഗ്രേഡ് അടിക്കാനുള്ള പല പ്ലാനിങ്ങുകളും എന്തിനാണ് ഇത്ര പാടിയിരിക്കുന്നത്? ശരിക്കും പ്രേക്ഷകർ കണ്ട് ഒരാഴ്ചക്കുള്ള അതിൻ്റെ റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ട് പറയും. ഒരു ചില സിനിമകൾ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ പോയിട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ പടം കൊള്ളൂല, അത് കൊള്ളൂല, ഇത് കൊള്ളൂല. ഇതുവരെ കഷ്ടപ്പെട്ടിട്ടാണ് അവർ ആ ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കുന്നത്. ആ ഒരു മര്യാദ കാണിക്കും. വെറുതെ നിങ്ങൾക്ക് വായി തോന്നുന്ന സാധനങ്ങൾ ചെയ്യാനുള്ളതല്ല ഈ മീഡിയ. അതായത് തന്നെ മനസ്സിലാക്കുക. ഇതുവരെ കഷ്ടപ്പാടുണ്ട് ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ. അവർ അത്ര വലിയ കഷ്ടപ്പാട് അനുഭവിക്കുന്ന അവരുടെ മുമ്പിലിട്ട് തന്നെ ഈ പടം കൊള്ളൂല, ആ പടത്തിൽ അതില്ല, ഇതില്ല. എത്ര വർഷത്തെ കഠിനാധ്വാനമാണ് ആ ഒരു ചിത്രമൊക്കെ. ഇതിൽ പറയാനെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിട്ടൊന്ന് ചൊറി. വളരെ സത്യസന്ധമായ രീതിയിൽ തന്നെ അഭിപ്രായം പറയുന്നതിൽ യാതൊരു കുറവോ അല്ലെന്നുണ്ടെങ്കിൽ യാതൊരു സങ്കടവും ഇല്ല. ഇത് ഒരു ചിത്രം റിലീസായി മണിക്കൂറുകൾക്കകം തന്നെ വന്നിട്ട് ഡീഗ്രേഡ് അടിക്കുന്ന അമ്മാവന്മാർ ഇഷ്ടംമാതിരിയുണ്ട് മീഡിയകളിൽ. ഡീഗ്രേഡ് അടിക്കുന്ന അമ്മാവന്മാരെന്ന് തന്നെയാണ് ഈ പറയണം. എന്തിനാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ആ ഒരു ചിത്രം കണ്ടറിയാൻ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇനി നെക്സ്റ്റ് പ്രേക്ഷകർ തിയേറ്ററിൽ എത്താവുന്ന രീതിയിലായിരിക്കണം അഭിപ്രായം പറയേണ്ടത്. അല്ലാതെ കണ്ടു കഴിയുമ്പോൾ അപ്പം തന്നെ പടം കൊള്ളൂല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. പക്ഷെ അത് മോശവത്തായ രീതിയിൽ ഡീഗ്രേഡ് അടിക്കുന്ന രീതിയിൽ ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടാവരുത് ആൾക്കാരാണ്. പക്ഷെ ഓരോ പ്രേക്ഷകരും പറഞ്ഞിട്ട് വളരെ മോശവത്തായ രീതിയിലൊന്നും പറഞ്ഞില്ല ഇതുവരെ. വേണ്ട രീതിയിൽ മാത്രമേ അവർ പ്രതികരിച്ചിട്ടുള്ളൂ. കാരണം ശങ്കറിന് എന്ത് പറ്റിപ്പോയി, ഇങ്ങനെ ഒരു ചിത്രം എന്താണ് എടുക്കാൻ, ഈ ഒരു ചിത്രം ഇങ്ങനെ വന്നതെന്നൊക്കെ ചോദിച്ചാൽ പ്രേക്ഷകർ ചോദിച്ചിരിക്കണം. അല്ലാതെ അവർ ഇത്രയും നാളും കണ്ടിരിക്കുന്ന ശങ്കറിന്റെ ഒട്ടുമിക്ക സിനിമകളും സൂപ്പർ ഹിറ്റ്, വമ്പൻ ഹിറ്റുകളാണ്. തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കൊണ്ട് അളക്കാൻ പറ്റിയ ആളല്ല ശങ്കർ എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. ഒറ്റ സിനിമയിൽ ആളെ ചെയ്തേക്കണം. ഇന്ത്യ 2 എന്ന് പറയുന്ന ഈ ഒരു ചിത്രം മാത്രമല്ല റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതിനു മുന്നേ ഒത്തിരി വമ്പൻ ഹിറ്റുകൾ, സൂപ്പർ ഹിറ്റുകൾ നമുക്ക് ഹൃദയത്തിൽ ഇറക്കി തന്നൊരു ഡയറക്ടറാണ് മഹാനായ ശങ്കർ. കുറച്ചൊക്കെ റെസ്പെക്ട് കൊടുക്കുക. തീർച്ചയായിട്ടും ഒരാൾ ചെയ്യുന്ന എല്ലാ സിനിമകളും ഹിറ്റാവണമെന്നോ അല്ലെങ്കിൽ ഹിറ്റാവണമെന്ന് നിർബന്ധം പിടിക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പടം കാണുക, പടം കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിന് പ്രതികരിക്കുക. അല്ലാതെ ഡീഗ്രേഡ് അടിക്കുന്ന രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് മറ്റുള്ള പ്രേക്ഷകർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും വമ്പൻ ലോബി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചിത്രം റിലീസായി കഴിയുമ്പോൾ അതിന് ഡീഗ്രേഡ് അടിച്ച് പുറത്താക്കുക, അല്ലെങ്കിൽ തിയേറ്ററിൽ ഇത്ര ദിവസം ഓടാൻ പറ്റാത്ത രീതിയിലാക്കുക. ശരിക്കും വമ്പൻ ലോബികൾ തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും എന്ത് കാര്യമുണ്ട് ഇങ്ങനെ? പ്രേക്ഷകരൊന്നും ഇരുന്ന് കണ്ടോട്ടെ. ആ ഒരു ചിത്രം റിലീസായതല്ലേ ഉള്ളൂ, ഒന്ന് കാണട്ടെ. പ്രേക്ഷകർ അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞോട്ടെ. നിങ്ങൾ ഇമാതിരി ഡീഗ്രേഡ് അടിക്കുന്ന രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് എന്തിനാണ് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അതാണ് ചോദ്യം. അവരൊക്കെ ഇഷ്ടപ്പെടണില്ല. പരട്ടത്താത്ത, പിന്നെ കമലഹാസൻ അങ്ങനെയായാലും ഇങ്ങനെ ആവാൻ പാടില്ല, പിന്നെ ശങ്കറിന് എന്തുകൊണ്ട് അറിഞ്ഞൂടെ ഈ കാലഘട്ടം എന്നൊക്കെ ചോദിക്കണേട്ടാ. ഞാൻ അവരെ കണ്ട 100 സിനിമ ഇറക്കിയാക്കണ പോലെയാണ്. ഇനിയൊക്കെ ഒരു സീൻ പിടിക്കാൻ പറ്റില്ല. നിനക്ക് ഒരു സീൻ